ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് ആദ്യമേ തന്നെ ഇന്ത്യ ലഡാക്കിന്റെ ഭാഗത്ത് ഒരു എയർ സ്ട്രിപ്പ്, ഒരു എയർ ബേസ്, ശരിക്കും ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ ബേസ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ഒക്ടോബർ 2025 പ്രാഥമികമായിട്ടുള്ള പണികളെല്ലാം തന്നെ പൂർത്തിയാവും. 2026 ബിഗിനിങ്ങോടുകൂടി അത് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് വർക്കാവും എന്നുള്ളതാണ് ഒരു വാർത്ത. ന്യോമ എയർബേസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈസ്റ്റേൺ ലഡാക്കിന്റെ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3.5 കിലോമീറ്ററോളം ലെങ്ത് ഉള്ള എയർ സ്ട്രിപ്പാണ്. ഇതിനു മുമ്പ് 2.5 കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പ് ആയിരുന്നത്. അപ്പൊ അതിന്റെ വീതിയും നീളവും ഒക്കെ കൂട്ടി 3.5 കിലോമീറ്റർ ലെങ്ത് ഉള്ള എയർ സ്ട്രിപ്പ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. C-130J പോലത്തെ, അതുപോലെ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലോബ് മാസ്റ്റർ പോലത്തെ വിമാനങ്ങളൊക്കെ അവിടെ ഇറക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ നമുക്ക് കംപ്ലീറ്റ് സാമഗ്രികളും കൊണ്ട് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും പാകത്തിനാണ് ഈ സ്ട്രിപ്പ് ഒരു 3.5 കിലോമീറ്റർ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. 13,700 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഹയസ്റ്റ് ഫൈറ്റർ ജെറ്റ് കേപ്പബിൾ എയർഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് 214 മുതൽ 220 കോടിയോളം ചെലവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് ബഡ്ജറ്റും അത് തന്നെയാണ്. അതായത് 220 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ്. ഏതാണ്ട് ഇതിന്റെ ഒരു എക്സ്പെൻസസ് 214 മുതൽ 219 കോടി ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഒരു 75% ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ തുച്ഛമായ മാസങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ ഇത് വർക്കിംഗ് കണ്ടീഷനിലാവും, ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ഓപ്പൺ ആവും എന്നാണ് പറയുന്നത്. ഇത് എന്തിനെ കൗണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ടിബറ്റൻ പ്ലാറ്റോയിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ എയർബേസിനെ കൗണ്ടർ ചെയ്താണ് നമ്മൾ ഈ ഒരു എയർഫീൽഡ് നിർമ്മിച്ചിരിക്കുന്നത്. ടിബറ്റൻ പ്ലാറ്റോയിൽ സ്ഥിതി ചെയ്യുന്ന ചൈനീസ് എയർബേസിന് ഇത്രയും ആൾട്ടിറ്റ്യൂഡ് ഉയരമില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കമ്പാറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ഹാൻഡ് ആണ്. ഇന്ത്യക്ക് ശരിക്കും അപ്പർ ഹാൻഡ് തന്നെയാണ്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, BEML എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് ഇതിനെ വിളിക്കുന്നത്. ഈ കമ്പനി ഇത് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ നിന്നും ഒരു ഓർഡർ ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കമ്പനിക്ക്. ഇതിനു മുമ്പാണെങ്കിൽ നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഓർഡറൊക്കെ പുറത്തു കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു ഓർഡർ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 293.81 കോടിയുടെ ഓർഡറാണ് ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ ഈ ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. എന്ത് നിർമ്മിക്കാനെന്ന് പറഞ്ഞാൽ വെഹിക്കിൾ 160ഓളം HMV മൊബിലിറ്റി വെഹിക്കിൾ നിർമ്മിക്കാനാണ് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്. 6x6 വെഹിക്കിൾ ആണ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലിനെയും ഒരുമിച്ചാണ് പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ വെച്ചിട്ട് നേരിടാൻ ശ്രമിച്ചത്. പക്ഷെ ഒരു സൈഡിൽ ഗാസയെ പറഞ്ഞുകൊണ്ട് മറ്റൊരു സൈഡിൽ കശ്മീരിനെ പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വെച്ചത് പല രീതിയിലുള്ള ആശയങ്ങൾ UNSCയിൽ, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ. പക്ഷെ അത് കഴിഞ്ഞപാടെ ഇന്ത്യയും ഇസ്രായേലും ജോയിന്റ് ആയിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഡിഫൻസ് സഹകരണം ശക്തിപ്പെടുത്തുക. ആരുടെ? ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും. അപ്പൊ അതില് ഇപ്പൊ ഈ അടുത്ത് നടന്ന 12 ദിവസത്തെ ഇറാനുമായിട്ട് നടന്ന ഒരു യുദ്ധത്തിനെ കുറിച്ചും അതിന് ഇസ്രായേൽ ഉപയോഗിച്ച ടാക്ടിക്സ് അതുപോലത്തെ ടെക്നിക്സ് എല്ലാം തന്നെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാനും കൂടിയാണ് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇസ്രായേൽ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടക്കും. കുറിച്ച് ഇന്ത്യൻ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാറും ഇസ്രായേലിന്റെ മേജർ ജനറൽ അമീർ ബാറും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അമീർ ബാരൻ ഡയറക്ടർ ജനറൽ ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇസ്രായേൽ എന്നുള്ള ഒരു ഡെസിഗ്നേഷനും കൂടി പുള്ളി ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ഒരു ടീം ഇന്ത്യ വിസിറ്റ് ചെയ്യും. ഇറാന്റെ മേലിൽ നടത്തിയ ആക്രമണത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഇസ്രായേൽ ഇന്ത്യയിൽ നടന്ന പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തിരിച്ച് ഇന്ത്യയും ഒക്ടോബർ 7 കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ UNSCയിൽ പാകിസ്ഥാൻ ഉയർത്തിയ ചോദ്യത്തിന് ഇന്ത്യ കൊടുത്ത മറുപടിയിൽ വളരെ വ്യക്തമായിട്ടൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് UNSCയിൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നായിരുന്നു. ആ റെസൊല്യൂഷനിൽ ഗാസയിൽ സീസ് ഫയർ കൊണ്ടുവരണം, നമ്പർ 1. രണ്ടാമത് എയ്ഡ് സപ്ലൈ മാക്സിമം പുഷ് ചെയ്യണം. അത് റിയാലിറ്റിയാണ്. അവിടെ കുറെ മനുഷ്യർ പട്ടിണി കിടപ്പുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യ അതിൽ വളരെ ജസ്റ്റിഫൈ ചെയ്തുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് മറ്റൊരു രാജ്യങ്ങളും പറയാത്തൊരു വിഷയം കൂടി ഇന്ത്യ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും നടക്കുന്നതിന് മുന്നേ ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ 7 പിടിച്ചുകൊണ്ടുവന്ന ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളൊരു വാക്കും കൂടി ഇന്ത്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് എയ്ഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ടും ഗാസയിൽ സീസ് ഫയർ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ടും ഈ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസിയുടെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇസ്രായേൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അതായത് ഈ ലോകമെമ്പാടുമുള്ള മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത് മറന്നു കളഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അവരെല്ലാം ടോട്ടലി ഇത് മറന്നു കളഞ്ഞിട്ടിരിക്കുകയാണ്. ദേ ആർ ടോട്ടലി ഇഗ്നോർഡ്. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്ത്യ അത് ഒന്നുകൂടി അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്.
അതുപോലെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ആംബിഷൻ. ഈ ന്യൂക്ലിയർ ആംബിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നതല്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 22,480 മെഗാവാട്ട് 2032 നമ്മൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ത്രൂ ഉൽപ്പാദിപ്പിക്കും എന്നുള്ള ഒരു മോട്ടോയാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനാണ് ഇന്ത്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതില് വലിയ റിയാക്ടർ പ്ലാന്റുകൾ മാത്രമല്ല, ചെറിയ മൊഡ്യൂലർ പ്ലാന്റുകളും കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പ്ലാന്റുകൾ, ഒരുപക്ഷെ ഒരു 15 വില്ലേജ് അല്ലെങ്കിൽ ഒരു 20 വില്ലേജുകൾ, ഇങ്ങനെ ഒരു ഏരിയ തിരിച്ച് ഡിസ്ട്രിക്ട് വൈസ്, സ്റ്റേറ്റ് വൈസ് ഒക്കെ ചെറിയ ചെറിയ മൊഡ്യൂലർ പ്ലാന്റുകൾ കൊണ്ടുവരാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദി UK വിസിറ്റ് പൂർത്തിയാക്കി എക്കണോമിക് മേഖലയിലൊക്കെ നല്ല രീതിയിലുള്ള ടൈപ്പ് വെക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പ്രൈം മിനിസ്റ്റർ വിസിറ്റിംഗ് ക്രൊയേഷ്യ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു നല്ലൊരു വിഷയം സംഭവിച്ചിരിക്കുന്നത്, ഇന്ത്യക്ക് ക്രൊയേഷ്യയിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 2 കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ക്രൊയേഷ്യയ്ക്ക്. ക്രൊയേഷ്യ എന്ന് പറഞ്ഞാൽ ചൈനയുടെ താവളമാണ്. ചൈനയുടെ ബില്യൺ കണക്കിൽ യൂറോ അവിടെ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പല റോഡ് പ്രോജക്റ്റുകൾ, ബ്രിഡ്ജ് പ്രോജക്റ്റുകളൊക്കെ ചൈന അവിടെ നടപ്പിലാക്കുന്നുണ്ട്. ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് ക്രൊയേഷ്യ. പക്ഷെ ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് അവർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. യൂറോപ്യൻ മേഖലയിലിരിക്കുന്ന രാജ്യമാണ്. നല്ല രീതിയിലുള്ള റീപേയ്മെന്റ്സ് ഒക്കെ നമുക്ക് വരും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ക്രൊയേഷ്യ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആൻഡ്രജുമായിട്ടാണ് ഈ ഒരു വിഷയം സംസാരിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനി അവിടെ റെയിൽവേ പ്രോജക്റ്റുകളിലാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ക്രൊയേഷ്യയിലെ ഏറ്റവും വലിയൊരു റെയിൽവേ പ്രോജക്ട് അത് തന്നെയാണ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ഷപൂർജി പലോഞ്ചി ഗ്രൂപ്പിന്റെ സിസ്റ്റർ കൺസേൺ ആണ് ഈ അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കമ്പനി 620 മില്യൺ യൂറോക്കാണ് ബിഡ് ചെയ്തിരിക്കുന്നത്. 620 മില്യൺ യൂറോക്ക് വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്രൊയേഷ്യ റെയിൽവേ പ്രോജക്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഒരു കമ്പനി കൂടി ഇതിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അശോക ബിൽഡ്കോൺ ലിമിറ്റഡ് എന്നാണ് ഈ ഒരു കമ്പനി. ഈ കമ്പനിയും ഏകദേശം ഈക്വൽ ആയിട്ട് ഇത്രയും മില്യൺ യൂറോക്ക് തന്നെയാണ് ബിഡ് ചെയ്തിരിക്കുന്നത്. ഇത് റെയിൽവേ പ്രോജക്റ്റ് അല്ല, മറിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഇവരുടെ താല്പര്യം. ഈ 2 കമ്പനികളുടെയും ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എമൗണ്ട് ആകെത്തുക കൂട്ടുമ്പോഴാണ് 1.1 ബില്യൺ യൂറോയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ക്രൊയേഷ്യയിൽ നടത്താൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ചൈനയുടെ CRBM, ചൈന റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനി ആണെങ്കിൽ അവിടെ പണ്ട് തൊട്ടേ നല്ല റിലേഷൻഷിപ്പാണ് ഈ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യവുമായിട്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇവർ ബ്രിഡ്ജ്, റോഡ് ഇതെല്ലാം പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് പലർക്കും ചൈന ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ലോണൊക്കെ കൊടുക്കുന്നത്. ആ ബെൽറ്റ് ആൻഡ് റോഡ് ചെയിനിൽ വന്നാലും വന്നില്ലെങ്കിലും ഈ പദ്ധതിയിലാണ് ലോൺ കൊടുക്കുന്നത് ചൈന. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവര് എഗ്രിമെന്റ് അങ്ങ് വെക്കും. അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, വൺ ചൈന പോളിസി, ഇതെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്താൽ മാത്രമാണ് ചൈന ആ രാജ്യത്ത് പോയി പ്രോജക്ട് നടപ്പിലാക്കുകയോ അവർക്ക് ലോൺ കൊടുക്കുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഈ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറഞ്ഞ ഒരു സിൽക്ക് റൂട്ടിന്റെ ഭാഗമേ അല്ലാത്ത പല രാജ്യങ്ങളും ഇന്ന് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെ ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.